ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനിമേ ഗ്ലിറ്റ്സ്. ഡീമൺ സ്ലെയറിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സെനിറ്റ്സു. ഡീമൺ സ്ലെയർ കാണുന്ന ഫ്രണ്ട്സ് എല്ലാവർക്കും സെനിറ്റ്സു എന്ന ആ ഒരു ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ ഒരു ക്യാരക്ടർ കുറച്ച് ഡിഫറെന്റ് ആയിട്ടും ഫണ്ണി ആൻഡ് സീരിയസ് ഇത് രണ്ടുമായിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ കുറെ പേർക്കും ഈ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ സെനിറ്റ്സുവിന്റെ ബ്ലൈൻഡ് ആയിട്ടുള്ള കുറെ ഫാൻസ് ഉണ്ട്. സെനിറ്റ്സു ഉറങ്ങിക്കഴിഞ്ഞാൽ ഡീമൺ സ്ലെയറിലുള്ള എല്ലാരെയും ബീറ്റ് ചെയ്യുമെന്ന് പറയുന്ന ആർക്കും സെനിറ്റ്സുവിന്റെ പവർ ലെവൽസിനെ പറ്റി വലിയൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ സെനിറ്റ്സുവിന്റെ ആ ഒരു പവർ ലെവൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ടാർഗറ്റ് വെക്കുന്നുണ്ട്. 100 ലൈക്കാണ് ഈ വീഡിയോയുടെ ടാർഗറ്റ്. നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട്. ഡീമൺ സ്ലെയറിന്റെ മാങ്ക എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും ഒരു വീഡിയോയും 10 ലൈക്ക് കഴിഞ്ഞ പോലും പോകുന്നില്ല. അപ്പോൾ ഈ വീഡിയോ എങ്ങനെയും 100 ലൈക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. സെനിറ്റ്സു ആണെങ്കിൽ റിയൽ ആയിട്ട് ഒരു അണ്ടർഡോഗ് ക്യാരക്ടറാണ്. ബാക്കിയുള്ള ഇനോസ്കെ ആൻഡ് ടാഞ്ചറോ ഇവരുടെ ഒരു ഫൈറ്റിന് പോകുമ്പോൾ സെനിറ്റ്സു മാത്രം പേടിച്ച് മാറി നിൽക്കും. ഡീമൻസിനെ കണ്ടാൽ പേടിക്കുന്ന, പിന്നെ എവിടെയെങ്കിലും ഫൈറ്റ് കിടന്നാൽ അത് കണ്ട് പേടിക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടറാണ് സെനിറ്റ്സു എന്നാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ ഒരു ഇതുണ്ട്. സെനിറ്റ്സു മാത്രം ഉറങ്ങിക്കഴിഞ്ഞാൽ എൻറ്റയർ ആയിട്ടുള്ള ഒരു ഡിഫറെന്റ് പേഴ്സണാലിറ്റിയാണ് സെനിറ്റ്സു ആകുന്നത്. ഈ സെനിറ്റ്സു ആണെങ്കിൽ ഒന്നിനെ പറ്റിയും പേടിക്കൂല, ഒന്നിനെ പറ്റിയും കെയർ ചെയ്യൂല, നേരെ പോയി ഇറങ്ങി ഫൈറ്റ് ചെയ്യും. അപ്പോൾ സെനിറ്റ്സു ഉറങ്ങുമ്പോൾ ഇത്രയും ബാഡാസ് ആണ്. സെനിറ്റ്സുവിന് റെയർ ആയിട്ടുള്ള എബിലിറ്റീസിൽ ഒരെണ്ണമാണ് ഹിയറിംഗ് എബിലിറ്റി. സെനിറ്റ്സു ഒരു തണ്ടർ ബ്രീത്തിങ് യൂസർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു എബിലിറ്റി സെനിറ്റ്സുവിന് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ സംഭവം എന്ന് വെച്ചാൽ സെനിറ്റ്സുയുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആൻഡ് കട്ടായിട്ട് സെനിറ്റ്സുവിന് കേൾക്കാൻ സാധിക്കും. സെനിറ്റ്സുവിന് ഫൈറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ യൂസ് ആവുന്ന ഒരു കാര്യമാണിത്. കുറെ ഫൈറ്റിലും സെനിറ്റ്സു ഇത് യൂസ് ചെയ്തിട്ടുമുണ്ട്. സെനിറ്റ്സു ആണെങ്കിൽ ഡാക്കിന്റെ റൂമിൽ വെച്ച് കാണുമ്പോൾ അവിടെ വെച്ച് തന്നെ സെനിറ്റ്സു കണ്ടുപിടിച്ചിട്ടുണ്ടാവും ഡാക്കി ഒരു ഡീമനാണെന്ന്. ബാക്കിയുള്ള ആർക്കും കണ്ടുപിടിക്കാൻ പറ്റൂല, പക്ഷെ സെനിറ്റ്സു മാത്രം കണ്ടുപിടിച്ചിട്ടുണ്ടാകും. ഈ എബിലിറ്റി കൊണ്ടാണ് നമ്മളെല്ലാവരുടെയും ഫേവററ്റ് ആയ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സെനിറ്റ്സു ഫൈറ്റ് ചെയ്യുന്നത്. ഫൈറ്റിൽ വെച്ച് കണ്ണുറക്കാത്തതുകൊണ്ട് ഈ അറ്റാക്സ് എല്ലാം സെൻസ് ചെയ്യുന്നത് ഹിയറിംഗ് വെച്ചാണ്. എല്ലാം തന്നെ കേൾക്കുന്നുണ്ട്. സെക്കൻഡ് ആയിട്ട് എടുത്തു പറയാനുള്ളതാണ് സെനിറ്റ്സുവിന്റെ സ്പീഡ്. സെനിറ്റ്സു യൂസ് ചെയ്യുന്നത് തണ്ടർ ബ്രീത്തിങ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഡീമൺ സ്ലെയറിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ക്യാരക്ടർ സെനിറ്റ്സു ആണ്. ഇതിലൂടെ മനസ്സിലാക്കാം സെനിറ്റ്സു ഓരോ വട്ടവും മൂവ് ചെയ്യുമ്പോൾ തന്റെ ബ്രീത്തിങ് സ്റ്റൈൽ കമ്പൈൻ ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പർ റാങ്ക് ലെവലിലുള്ള ഡീമൻസിന് തന്നെ സെനിറ്റ്സുവിന്റെ മൂവ്മെന്റ് കാണാൻ പാടായിരിക്കും. അത്രക്കും സ്പീഡായിട്ടാണ് സെനിറ്റ്സു മൂവ് ചെയ്യുന്നത്. സ്പീഡ് മാത്രമല്ല, പവർ ആൻഡ് സ്റ്റാമിന ഇത് രണ്ടും തന്നെ സെനിറ്റ്സുവിന് പീക്കാണ്. കാരണം ഓരോ ഫൈറ്റിലും സെനിറ്റ്സു ഫൈറ്റ് ചെയ്യുമ്പോൾ സെനിറ്റ്സു എവിടെയും വീക്ക് ആവുന്ന പോലെയോ അതോ ഗീവ് അപ്പ് ചെയ്യുന്ന പോലെയോ കാണിച്ചിട്ടേ ഇല്ല. കാരണം സെനിറ്റ്സുവിന്റെ ആ ഒരു സ്റ്റാമിന ലെവൽ നല്ല രീതിയിലുണ്ട്. ഒരു അപ്പർ റാങ്ക് ലെവൽ ഡീമന്റെ കൂടെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തിട്ട് അതിനുശേഷം ഡീമൻ കിങ് ആയിട്ടുള്ള മൂസാനോട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഏത് ലെവലിലുള്ള സ്റ്റാമിന വേണമെന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. ആ ഒരു ഫൈറ്റിൽ മൂസാനോട് പിടിച്ചിരിക്കണമെങ്കിൽ ഏത് ലെവലിലുള്ള സ്റ്റാമിന ആൻഡ് എൻഡ്യൂറൻസ് വേണമെന്ന്. പിന്നീട് സെനിറ്റ്സു യൂസ് ചെയ്യുന്ന ആ സ്വോർഡ് ആണെങ്കിൽ തണ്ടർ ബ്രീത്തിങ് യൂസ് ചെയ്യുന്നവർക്ക് മാത്രം വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഡിസൈൻ ചെയ്തൊരു സ്വോർഡാണ്. ഈ സ്വോർഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തണ്ടർ ബ്രീത്തിങ് യൂസ് ചെയ്യുന്നവരുടെ പവേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ എലിവേറ്റ് ചെയ്യാൻ സാധിക്കും. അവസാനമായിട്ട് സെനിറ്റ്സുവിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് തണ്ടർ ബ്രീത്തിങ്. ഡയറക്റ്റ് ആയിട്ട് സൺ ബ്രീത്തിങ്ങിൽ നിന്ന് ഡിറൈവ് ആയി വന്ന ബ്രീത്തിങ് സ്റ്റൈൽസ് എല്ലാം ചുരുക്കമേ ഉള്ളൂ. അതിലൊരെണ്ണമാണ് തണ്ടർ ബ്രീത്തിങ്. ഡയറക്റ്റ് ആയിട്ട് വന്നുകൊണ്ട് തന്നെ ഈ ബ്രീത്തിങ് സ്റ്റൈൽസ് എല്ലാം ബാക്കിയുള്ളതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പവർഫുൾ ആയിരിക്കും. ഇത്ര പവർഫുൾ ആയതുകൊണ്ട് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാനും മാസ്റ്റർ ചെയ്യാനും നല്ല പാടാണ്. ഇപ്പോ കറന്റ്ലി ഈ ബ്രീത്തിങ് സ്റ്റൈൽ യൂസ് ചെയ്യുന്ന 2 ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. ഒന്ന് സെനിറ്റ്സു, മറ്റൊന്ന് കൈഗാക്കു ആണ്. മാങ്ക വയ്ക്കാത്തവർക്കൊന്നും കൈഗാക്കുവിനെ പറ്റി വലിയൊരു ഐഡിയ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ ക്യാരക്ടേഴ്സിനെ പറ്റിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മാങ്ക എക്സ്പ്ലനേഷൻ ചെയ്യുന്നുണ്ട്. 2 വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള വീഡിയോസും ഉടനെ വരുന്നതാണ്. അപ്പോ ഉറപ്പായിട്ട് നിങ്ങളത് ചെക്ക് ചെയ്യണം. സീസൺ 2-ലാണെങ്കിൽ സെനിറ്റ്സു ആ ഒരു ട്രെയിനിൽ വെച്ച് 3 കാട്ടിലുള്ള ഡീമൻസിനെല്ലാരെയും കവർ ചെയ്ത് ഒറ്റ സ്ട്രെച്ചിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാകും. അതും ഈ ബ്രീത്തിങ് സ്റ്റൈൽ ഉപയോഗിച്ച്. സെനിറ്റ്സു ആണെങ്കിൽ ഈ ഒരു അറ്റാക്ക് നടത്തിയിരുന്നത് തണ്ടർ ബ്രീത്തിങ്ങിലെ ഫസ്റ്റ് ഫോം യൂസ് ചെയ്താണ്. ഏറ്റവും ലീസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോം ആണിത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള അറ്റാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ബാക്കിയുള്ള ഫോംസ് എല്ലാം അറ്റൈൻ ചെയ്തിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഒരു അഷറായിട്ട് മാറാൻ ചാൻസ് ഉണ്ടായിരുന്നു. സെനിറ്റ്സുവിനാണെങ്കിൽ ആദ്യമേ ഒരേ ഒരു ബ്രീത്തിങ് സ്റ്റൈൽ മാത്രമേ അറിയത്തുള്ളൂ, തണ്ടർ ക്ലാപ്പ് ആൻഡ് ഫ്ലാഷ്. ഈ ഒരു അറ്റാക്ക് വെച്ച് മാത്രമാണ് സെനിറ്റ്സു പകുതിയിലധികം നേരവും സർവൈവ് ചെയ്തത്. ഈ അറ്റാക്കിന്റെ സ്പെഷ്യാലിറ്റിയാണ് നോർമലായിട്ട് ഡയറക്റ്റ് ആയിട്ട് പോയി അറ്റാക്ക് ചെയ്യാതെ സിക്സാക് മോഷനിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. ഇത് കാരണം അറ്റാക്കിന്റെ മൂവ്മെന്റ് സ്പീഡ് കൂടും, അതേപോലെ ഡാമേജും കൂടും. ഡീമൻസ് ആണെങ്കിൽ സെനിറ്റ്സുവിന്റെ മൂവ്മെന്റ് നോട്ടീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ സെനിറ്റ്സുവിന് അറ്റാക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പിന്നീട് സെനിറ്റ്സു ഡയറക്റ്റ് ആയിട്ട് അൺലോക്ക് ചെയ്തത് ബാക്കിയുള്ള ഫോംസ് അല്ല, ഏറ്റവും അവസാനത്തെ ഫോമാണ്. ഇതുവരെ പറഞ്ഞതിൽ കുഴപ്പമില്ല. ഇനി പറയാൻ പോകുന്നതിൽ കുറച്ച് സ്പോയിലേഴ്സ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോ സ്പോയിലർ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നിർത്തി പോകുന്നതായിരിക്കും നല്ലത്. ഓൾറെഡി മാങ്ക വെച്ച് തിരുത്തവർക്കും സ്പോയിലർ കണ്ട കുഴപ്പമില്ലെന്ന് പറയുന്നവർക്കും ഇനി ബാക്കി കാണാം.
സെനിറ്റ്സു ആണെങ്കിൽ അവസാനമായിട്ട് കൈഗാകുവിനോട് വെയിറ്റ് ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് ഒരു ബ്രീത്തിങ് ഫോം ക്രിയേറ്റ് ചെയ്യും. ഇതൊരു വലിയ കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. കാരണം ഓൾറെഡി അശ്ര ലെവലിലുള്ള ഡീമൺ സ്ലേയേഴ്സ് മാത്രമേ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ സെനിറ്റ്സു ആണെങ്കിൽ ഒരു അശ്രയല്ല. സെനിറ്റ്സിനെ കൊണ്ട് ഫസ്റ്റ് ഫോം അല്ലാതെ ബാക്കിയുള്ള 5 ഫോംസും യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും സെനിറ്റ്സു ഭയങ്കര വീക്കാണെന്ന് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സെനിറ്റ്സു ആണെങ്കിൽ തണ്ടർ ബ്രീത്തിങ് തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു ഫോം ക്രിയേറ്റ് ചെയ്യും. ഈ ഫോമാണ് ഫ്ലേമിംഗ് തണ്ടർ ഗോഡ്. ഒരു തണ്ടർ ഡ്രാഗനെ തന്നെ ഈ ഒരു ഫോം വഴി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നിട്ടാണെങ്കിൽ ആ ഡ്രാഗൻ ഡയറക്റ്റ് ആയിട്ട് ഓപ്പണന്റിനെ ഹിറ്റ് ചെയ്യും. ഒരു അപ്പർ റാങ്ക് ലെവൽ ഡീമനെ തന്നെ ഒറ്റ ഷോട്ടിൽ കൊല്ലാൻ പറ്റുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു അത്. ഇതിനുശേഷം സെനിറ്റ്സു ആണെങ്കിൽ ലോജിക്കലി ഒരു അശ്രയായിട്ട് മാറുന്നുണ്ട്. ഇതെല്ലാം കേട്ടതിന് ശേഷം നിങ്ങളൊരു സെനിറ്റ്സു ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് സെനിറ്റ്സുവിന് എത്ര ഇഷ്ടമാണെന്നുള്ളതും ഒരു തണ്ടർ ഇമോജി കമന്റ് ചെയ്യുക. ഇതേപോലെ അടുത്ത ഏത് ക്യാരക്ടറിന്റെ പവർ ലെവൽ എക്സ്പ്ലനേഷൻ വേണമെന്നുള്ളതും കമന്റ് ചെയ്യുക. നമുക്ക് അടുത്തതായിട്ട് അത് ചെയ്യാം.